അപ്പോൾ ഹലോ ഗായ്സ്, വീണ്ടും ഞാൻ തന്നെ. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ സിംഗിൾ പ്ലെയർ വേൾഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുണ്ടായില്ല, എക്സാം ഒക്കെ ആയിരുന്നു, അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാര്യങ്ങൾ നമ്മൾ എത്ര കൂട്ട് ചത്തിരി കണക്കില്ലായി, ചത്ത് പണ്ടാരടങ്ങി എത്ര കൂട്ട് ചത്ത. അതുകൊണ്ട് ഈ പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരും കണ്ടാണ് നമ്മളെ സ്കിൻ പുതിയ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ സ്കിന്ന് അങ്ങോട്ട് മാറ്റി പുതിയ കുപ്പായിട്ടു ഗൈസ്. സ്കിൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് അയ്യോ ഗായ്സ്, ഇവൻ ശരിയില്ല. ഞാൻ എന്താ ചെയ്യും, പോയി തല്ലാലോ. റെഡി വാ ഗൈസ്, നമുക്ക് ഇവനെ പോയി തല്ലാൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യേ, ഒരൊറ്റ അടിൻ്റെ പുറകെ ഉണ്ടായിട്ടു. അപ്പോൾ ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബെഡ് എടുത്ത് MLG ഒക്കെ പോയി, അങ്ങനെ ലാവാല് വീണ് ബെഡൊക്കെ പോയി. അതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾക്ക് ഷീപ്പിനെ വേണം. അപ്പോൾ ഗൈസ് നമ്മളതിന് മൈനിങ്ങിൻ്റെ സ്ഥലമൊക്കെ മാറ്റാം ഗൈസ്. ഇവിടെ പിടിച്ചിവിടെ മൂടാം, ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് എപ്പോഴെങ്കിലും മറ്റേ ലാവൊക്കെ ആവശ്യമുള്ള സമയത്ത് വന്നാൽ മതി. അതൊക്കെ കുറേ കഴിയും, ഇപ്പോൾ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഏതായാലും ഞാൻ ഒരു ബെഡാക്കട്ടെ. ബെഡാക്കിയെങ്കിലേ കിടന്നുറങ്ങാൻ പറ്റും. ഓക്കെ, ഒരു ഷിപ്പിന് അതിലാണ്. സോ അവിടെ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എന്തൊക്കെയോ ബിൽഡ് ചെയ്യണം. നമ്മളൊന്നും ബിൽഡ് ചെയ്യുന്നില്ല, നമ്മൾ അനാഥരാണ്. പക്ഷേ ഗുണ്ടകളല്ല, അത് ആനിമൽസ് തിന്നാനുള്ളതാണ്. അതിന് കൊന്നാതൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ കോപ്പർ ആർമറൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ ചത്തിരി നമ്മൾ എപ്പിസോഡ് മതിയായി എനിക്ക്. അതിനാണ് ഞാൻ പോയത്. പിന്നെ നമ്മൾ വരുന്നത് ഇപ്പോഴാണ്. അതൊരു ഷീപ്പിനെ കാണുന്നില്ലല്ലോ, ഷീപ്പിനും കൂടി കിട്ടിയാൽ മതി. ടൂൾസൊക്കെ വേണം ഗൈസ്, ടൂൾസ്. ഓക്കെ, ഷീപ്പ് വന്നു. നമുക്ക് ഈ കൗവിനെ ബീഫ് ഇറച്ചി കിട്ടി. ഓക്കെ, ആട് പൊരിച്ചത് കിട്ടി. ഇത് നമുക്ക് കോപ്പർ ഗോളത്തിനൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടാകും ഗൈസ്. നമുക്ക് കോപ്പർ ഗോളം ആവശ്യമുണ്ട്. കോപ്പർ ഗോളം എന്തിനല്ല, വെറുതെ സുഖം. അപ്പോൾ ഗൈസ് ഏതായാലും മരമൊക്കെ ഒന്ന് വെട്ടിക്കളട്ടെ. വെട്ടിക്കളയെന്നല്ല, ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെ അപ്ഗ്രേഡ് ചെയ്താലോ ഒന്ന്, പിന്നെ ചെയ്യാം. മറ്റേ സ്റ്റോൺ കൊണ്ട് ചെയ്യാം. സ്റ്റോൺ ഇപ്പോൾ കയ്യിലില്ലല്ലോ, ഇല്ലേ? അങ്ങനെ ബെഡായി റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. ഇനി അടുത്ത പരിപാടി നമ്മൾ വടിയാക്കാം. ഒരിതും ഒരു പിക്കേക്സും തയ്യാറായി. ഷവൽ ആവശ്യമുണ്ടോ? വേണ്ട ഗൈസ്, ഷവലിൻ്റെ തൽക്കാലം ഞാൻ ഷവലാക്കുന്നില്ല. ഇനി ആക്കേണ്ട വരും. എന്താ പോടാ. അപ്പോൾ ഏതായാലും മഴയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് വെറുതെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാലോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് നമ്മുടെ ഹൗസ് ആ ചെറിയ വീട് പണിയൊന്ന് പൂർത്തിയാക്കാം. അത് പൂർത്തിയാക്കി കുറച്ച് കാലം അതിൻ്റെയൊക്കെ തന്നെ ജീവിക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ അവിടെ ഐലൻഡ് ആണ്. അവിടെ ഒരു ഐലൻഡ് പോയാൽ കിട്ടും. വില്ലേജ് എങ്ങാനും എവിടെയെങ്കിലും ഉണ്ടോ? ട്രീ ഐലൻഡിനാണില്ല, അത് മരമുള്ളൊരു കാട് തന്നെ ഉണ്ടാവില്ല. അതിപ്പോൾ ഇല്ല ഗൈസ്, ഈ വേൾഡിൽ അത് കാണുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതായാലും സ്റ്റോൺ വർക്കിൽ പോകണം.
അപ്പോൾ ഗൈസ് ഞാൻ ആവശ്യമുള്ള സ്റ്റോൺ എടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് കുറേ നേരത്തെ ഇതിന് ശേഷം ഞാനിതാ ഇവിടെ എന്താ പറയുക മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോബിൾ സ്റ്റോൺ ഇത്ര കിട്ടി. അങ്ങനെ ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്ത് വന്നു. ഇവിടെ ആകുമ്പോൾ ഇവിടെ വെള്ളം കണ്ടു. ഞാൻ പിന്നെ വെറുതെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി ഇങ്ങനെ പോയി. അപ്പോൾ ഒരു ക്രീപ്പർ ആ വെള്ളത്തിൽ നിന്ന് പൊട്ടിയോണ്ട് പണക്കും തയ്ക്കാം. അങ്ങനെ കേസ് ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടത്തേക്ക് എത്തി. ഞാൻ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ചുറ്റും നോക്കുകൊണ്ട് ദേ കിടക്കണം വില്ലേജ്. അപ്പോൾ ഗൈസ് ഒരു ബോട്ട് ഉണ്ടാക്കി ആ വില്ലേജിലേക്ക് ഇനി നമുക്ക് പോയിക്കോ നിൽക്കാം. ഏകദേശം അടുത്ത് തന്നെയാണ് വില്ലേജ്. നമ്മുടെ ഗൈസിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഗൈസ് മിന്നാമിന്നിയായ ചെടി കിട്ടിയത് നമുക്ക് പറ്റി നമ്മളെ വീടിൻ്റെ അവിടെ നട്ട് വെക്കാം. അപ്പോൾ ഗൈസ് ഏതായാലും നമുക്ക് നമ്മളെ എന്താ പറയുക വില്ലേജും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നു. പക്ഷെ വില്ലേജർക്ക് ഉണ്ട്. നിങ്ങൾ ഈ പൊട്ടന്മാരെ നമുക്ക് എടുത്ത് കൊണ്ടുപോകണം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഐസിനുള്ള ചെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ളൂ. ഏതായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പറക്കട്ടെ. ഏതായാലും നമുക്കൊരു ഷീപ്പ് ഫാം ആക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഏതായാലും ഹേബയിൽ കിട്ടി. അപ്പോൾ പിന്നെ ഇതിനെ വെയിറ്റാക്കി കൊണ്ടുപോയി അതിനെ പിടിച്ച് ഇതാക്കാം. അയൺ ഗോൾത്തിനെ ഞാൻ കൊല്ലുന്നില്ല ഗൈസ്. നമുക്കൊരു അയൺ ഫാം ആക്കാം. പിന്നെ ഇപ്പോഴല്ല, പിന്നെ നമുക്കൊരു അയൺ ഫാം റെഡിയാക്കണം. അയൺ ഫാം നോക്കാൻ ഇച്ചിരി പണിയായിരിക്കണം. ഇതുവരെ അയൺ ഫാം അങ്ങനെയൊന്നും ആക്കിയില്ല. ഈ ഹേബിൽസ് കളിച്ചൊക്കെ ഒരു കൊല്ലത്തേക്കുള്ള ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. എത്ര ഹേബിൽസായി? 43. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ഞാൻ ഈ ആരോനോട് പൊട്ടിക്കുന്ന എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ പവർ തീരാണ്ടിരിക്കാനാണ്. അതിപ്പോൾ എങ്ങനെ നടക്കും? കോഴി പോന്നാ പോട്ടെ, കോഴി പോണ്ട. ഇപ്പം കൈസ് ഏതായാലും നമുക്കിത് ഇതിൽ കിട്ടി. 2 അയൺ ഗോളുണ്ട്. ഇല്ല. അപ്പോൾ കൈസ് നമ്മൾക്ക് ഏതായാലും ഇവിടെ കിടന്നുറങ്ങണം. രാത്രി ആവുന്നുണ്ട്. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഓക്കെ, എണ്ണീക്കട അവിടെ നിന്ന് എണീക്കട. അങ്ങനെ അവനെ എണീപ്പിച്ച് നമ്മൾ കിടന്നു. അവന് ട്രേഡാക്കി എന്ത് കിട്ടും? ഇവിടെ പോയി ഒന്നിനൊരു ഒരു റെസ്പെക്റ്റ് ഇല്ല വയസ്സ് എന്നോട്. ഇത് ചെയ്യാനോ? ജസ്റ്റ് പൊട്ടാറ്റോ കിട്ടി. നമ്മളെ എന്താ പറയുക ഗോൾഡ് ഇങ്കട്ട് കിട്ടി. ഇനി നമുക്ക് ക്യാരറ്റ് അവിടെ ഉണ്ട് കുറച്ച്. അപ്പോൾ ക്യാരറ്റും കൂടി കളക്ട് ചെയ്ത് ഇവിടുന്ന് സ്ഥലം വിടാം. അവൻ നടുന്നുണ്ട് ഗൈസ്. എത്ര വരെ നടും? അവനെല്ലാം നട്ടു. ബാക്കി ഇവൻ നടും. ഇവൻ നട്ടു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സ്ഥലം കുറച്ചും കൂടി ഒന്ന് നോക്കാം എന്തൊക്കെയുണ്ട്. ഒരു റിവ്യൂനല്ല, ഏകദേശം എന്തോ ഒരു സാധനം. ഓക്കെ, ഇവിടെ ഒരു ബയോമുണ്ട്. ഈ ബയോമിൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി. ഈ മറന്നുപോയ ബയോമുണ്ട് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ചെറിയൊരു വില്ലേജാണ്, വലുതൊന്നുമല്ല. ആകെ 4 വീടുള്ള ചെറിയൊരു കുട്ടി വില്ലേജ്. അയ്യോ, അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ നിന്ന് ഏതായാലും പോയിട്ട്
ഏതെല്ലാം നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടി വേണ്ട സാധനം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് നമ്മുടെ ബേസിലോട്ടേക്ക്. അപ്പോൾ ഗൈസ് ഏതായാലും നമുക്കിവിടെ നിന്ന് പോവാം. ഓക്കെ, ഏതായാലും ഞാൻ മൈൻഡ് ചെയ്ത് ഇങ്ങനെ വന്നാണ്, ഇങ്ങനെ വന്ന് നോക്കുവാണ് വില്ലേജ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മുന്നിൽ വില്ലേജ് വന്നു ഗൈസ്. അതിനീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ മല കയറുകയാണ്. ഈ മല കയറേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ കയറിയാക്കാൻ ഗൈസ് ഒരു സുഖം. പൊട്ട് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് പ്ലാങ്ക് ഉണ്ട്. ഞാൻ പണ്ടേ PvP പ്രോ ആയതുകൊണ്ട് എന്ത് പ്രശ്നമില്ലെന്ന് വിചാരിക്കും. PvP അല്ല, പാർക്ക് ഓവർ പ്രോ ആയതുകൊണ്ട്. ബേസ് എൻ്റെ അങ്ങോട്ടാണല്ലേ, മറന്നു പോകുന്നുണ്ട്. അതാ മരം, ആ മരം കാണുമ്പോഴേ അറിയാം എൻ്റെ ബേസ അതിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി, ഇന്ന് നമ്മൾ ഫാം ആക്കാൻ പോകുകയാണ്. ഫാം, പിന്നെ അതാ നമ്മളെ വീടിൻ്റെ മണ്ട ശരിയാക്കണം, പിന്നെ ഒരു ഷേപ്പ് ഫാം. ഇത് 3 ഇന്നത്തെ ഗോൾ. പോകുന്നില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീടിനെ ഒന്ന് റൂഫൊക്കെ ആക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗൈസ് കുറച്ച് നേരത്തെ വീണ്ടെടുപ്പിന് ശേഷം നമ്മൾ ചെറിയ വീടുണ്ടായിരുന്ന വീടിനെ ചെറിയ വീടായിട്ട് തന്നെ കുറച്ച് ഡിസൈൻ ചെയ്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊന്നും ഞാൻ തൊട്ടിട്ടില്ല, ഉള്ളിൽ ഇത് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അതായത് ഗ്ലാസ് സാൻഡൊക്കെ കുറച്ച് ദൂരമാണ് ഗൈസ്, പോയി മൈൻഡ് ചെയ്യാനൊക്കെ ഒരു മടി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇതാക്കി. അപ്പോൾ ഗൈസ് ഏതായാലും ഞാൻ ഈ വീറ്റും ബ്രെഡ് ഇതാണ് ആവശ്യം, ബ്രെഡും വീറ്റും മെയിൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഫാമും കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ ഫാസ്റ്റ് ക്രാഫ്റ്റർ അത് ആവശ്യമുണ്ടായിരുന്നു. എങ്ങനെ കിട്ടാം? ഫാസ്റ്റ് ക്രാഫ്റ്ററാണ് എങ്കിൽ ഫാസ്റ്റ് ക്രാഫ്റ്റർ എന്തോ മോഡ് ഡൗൺലോഡ് ആക്കണമെന്ന് തോന്നുന്നു. ആയതുകൊണ്ട് ഇങ്ങനെ പോക്കറ്റ് എഡിഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് ഇപ്പോൾ രണ്ടൊരു ട്രിക്ക് കണ്ടുപിടിച്ചു. എല്ലാവർക്കും അറിയുന്ന ട്രിക്ക് ആയിരിക്കും, പക്ഷെ എനിക്കറിയുന്നുണ്ടായിട്ടാ. പിന്നെ ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കണ്ട ഗൈസ് ഇതിങ്ങനെ നല്ല ഒന്ന് ചെയ്യാൻ പറ്റും. ഇതെനിക്കിപ്പോൾ മനസ്സിലായി ഗൈസ്. അയ്യോ, ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട്, എന്താ പ്രശ്നം അറിയില്ല. കേസ് ഏതായാലും നമ്മൾ രാവിലെ ആയി. നമ്മളിനി ഫാമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയോ കണ്ടുപിടിച്ചു. എന്തൊക്കെയോ നമുക്ക് ഈ കോപ്പർ കോലത്തിനാക്കി അല്ല ആക്കാനൊക്കെ വിചാരിക്കുന്നത്, പക്ഷേ അയണാണ് ആവശ്യം ആദ്യം. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡായിരിക്കും ഗൈസ്. നമുക്ക് ഇനിയുണ്ട് ബ്രെഡ് ആക്കാൻ. ഇനി ഞെക്കി പിടിച്ചാൽ മതി, എന്നായിക്കൊണ്ടിരിക്കും ഗൈസ്. ഞെക്കി പിടിച്ചാൽ മതി, നമുക്ക് ഫാസ്റ്റായിട്ട് രാഷ്ട്രീയം. അപ്പോൾ ഞാൻ പിടിച്ചത് ഒരു കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ് ഇത് ചെയ്യാൻ. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ അകത്ത് പറ്റുന്ന വെക്കട്ടെ, 34 ചെസ്റ്റിൻ്റെ അകത്തിരിക്കട്ടെ, കോള് ഫർണീസിൻ്റെ അകത്തിരിക്കട്ടെ, ഇതൊക്കെ ഇതിൻ്റെ അകത്തിരിക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മളെ മിന്നാമിനിയുള്ളൊരു ചെടി പറിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കതിങ്ങനെ നട്ടൊക്കെ ഇവിടെ. ഓക്കെ, ലുക്കയില്ലേ വീട്. അപ്പോൾ ഗൈസ് ഏതായാലും വൈബല്ലേ, വീട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.